ഞാനും രാജുവേട്ടനും കൂടി ഈ രാത്രി നേരത്തെ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, ഞങ്ങൾ ഡെക്കാത്തലോണിലേക്ക് പോവുക. എന്താ റീസൺ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയ ആളെ അധ്യായൻ്റെ പിറന്നാൾ ഡേറ്റ് ഓഫ് ബർത്ത് ഡിസംബർ 5 വരുന്നത്. അപ്പോൾ പിറന്നാളായിട്ട് അവൻ കുറച്ചായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ആഗ്രഹം പറഞ്ഞു. ഇങ്ങനെ നമുക്ക് നിർബന്ധം ഇതുവരെ പറയാറില്ല, എനിക്കത് വേണം ഇത് വേണം എന്നൊന്നുമില്ല, ആഗ്രഹങ്ങൾ പറയാറുണ്ട് ഞങ്ങളടുത്ത്. അപ്പോൾ ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. ഓൾറെഡി സൈക്കിളുണ്ട്, പക്ഷേ ഗിയറുള്ള സൈക്കിൾ വേണം എന്നുള്ളൊരാഗ്രഹം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ആഗ്രഹം പറയുമ്പോൾ നമുക്കൊരു പാവം തോന്നൽ വരുമല്ലോ. ഏതൊരു അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു, അല്ലേ, ഇപ്പോഴത്തെ കാലത്തെ. പണ്ടൊക്കെയാണ് ആഗ്രഹിച്ചങ്ങോട്ട് ഇരിക്കുക എന്നല്ലാണ്ട്, അതാണ് കാലത്തിൻ്റെ വ്യത്യാസം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഏതായാലും പോവല്ലേ, എന്നാൽ രണ്ടുപേർക്കും ഒരു സൈക്കിൾ മേടിക്കാൻ വിചാരിച്ചു. മറ്റേ ആൾക്ക് മാർച്ചിലാണ് ബർത്ത്ഡേ വരുന്നത്. അപ്പം ഇന്ന് അത് അഡ്വാൻസ് ഗിഫ്റ്റായിട്ട് കൂട്ടിക്കോളാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഓരോ സൈക്കിൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡെക്കാത്തലോണിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് രാജുവേട്ടൻ എന്നെ പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി? ഡെക്കാത്തലോണിലെത്തി. ഡെക്കാത്തലോണിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ അതിൻ്റെ അല്ല കേട്ടോ പറയാം, അതിൻ്റെ ആ ഒരു വൈബ്, അതായത് ചുറ്റുവട്ടത്തെ കഥയാണ് എനിക്ക് പറയാൻ. അതിനുള്ളിൽ ആധികാരികമായി പറയാനുള്ള ഒരു ജ്ഞാനവും എനിക്കില്ല. ഇതെന്നായിട്ട് യാതൊരു ബന്ധമില്ല. കാണാൻ ഇഷ്ടമാണ് ഇതൊക്കെ, ഇതെന്താ ഏതാ എന്തിനാണ് ഒന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലേ. അപ്പം ഞാൻ അവിടെ പോയപ്പോഴേ എന്ത് രസമാണ്, ആൾക്കാർ കുറച്ച് നേരം ഇങ്ങനെ കാറ്റ് കൊള്ളാനിരിക്കുന്ന ആളുകളുണ്ട്, പിന്നെ ബാഡ്മിൻ്റൺ കളിക്കുന്നു കുട്ടികൾ, സൈക്ലിംഗ് ചെയ്യുന്നുള്ള ആൾക്കാർ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു ഏരിയ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ഡെക്കാത്തലോണിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പം ഞാൻ പറയുക, എന്തൊക്കെ തരം സാധനങ്ങളല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കളിക്കാനും, എന്താ പറയുക, ഓപ്ഷൻസാണ്. അത് വേണോ ഇത് വേണോ എന്തിപ്പോൾ. പണ്ട് നമ്മളൊക്കെ കളിച്ചെന്താ, ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ ഇല്ലേ കല്ല് അട്ടിക്ക് വെച്ചിട്ട് എറിഞ്ഞിട്ടൊരു കളിയില്ലേ, ഗെയിം കളിക്കുക എന്നാണ് ഇവിടെ, അത് അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടുള്ളത്. പിന്നെ അതേമാതിരി തന്നെ ബോൾ നമ്മൾ കവർ വെച്ചിട്ട് ടൈറ്റാക്കി കെട്ടിയിട്ടാണ് ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുക. അന്ന് വെച്ചാൽ ബോൾ വാങ്ങി തരുമോ എന്നൊന്നും ചോദിക്കൂല, എന്തിനാണ് വെറുതെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ കവറൊക്കെ കെട്ടിയിട്ട് ചെയ്യുക. ഇപ്പോൾ കുട്ടികൾക്ക് എന്താ വെച്ചാൽ അത് വേണം. എങ്ങനെയാ ബോളൊന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ക്രിക്കറ്റ് കളിച്ചു, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ് എന്തായാലും. അപ്പോൾ ഞങ്ങൾ സൈക്കിൾ സെക്ഷനിലെത്തി. മോശമില്ല, 2 സൈക്കിൾ മേടിച്ചു. പണ്ടത്തെ പോലെയല്ല, ഒക്കെ വിലയാണ് കൂട്ടരെ, എന്താണ്. പിന്നെ അത് മാത്രമല്ല, സൈക്കിൾ മാത്രമേ നമുക്ക് വാങ്ങുള്ളൂ. പിന്നെ അതിൻ്റെ ആക്സസറീസ്, അതായത് അതിൻ്റെ സ്റ്റാൻഡ്, ഗ്ലാസ്, പിന്നെ എന്താ പറയുക, ബെല്ല്, എല്ലാ കുന്തുമ്പോൾ സെപ്പറേറ്റ് വാങ്ങണം. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടോ ഒക്കെ അറിഞ്ഞൂടെ. എനിക്ക് സൈക്കിളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ധാരണ ഇല്ല. പണ്ട് ഇങ്ങനെ സൈക്കിൾ വാങ്ങിക്കൊണ്ടുവരില്ലേ, അതിലെല്ലാം ഫിറ്റ് ചെയ്തിട്ടില്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ആണല്ലേ, ലൈറ്റ്, ഫ്രണ്ട് ലൈറ്റ്, ബാക്ക് ലൈറ്റ്, അതൊക്കെ വെറൈറ്റി വിലകളത്, എന്താ കഥ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 സൈക്കിളൊക്കെ മേടിച്ചു. പിന്നെ രാജുവേട്ടൻ സൈക്ലിംഗ് ചെയ്യാറുണ്ട്, രാവിലെ ഒരുപാട് ദൂരം രാജുവേട്ടൻ സൈക്ലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെൽമെറ്റൊക്കെ രാജുവേട്ടൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല, എൻ്റെ സെലക്ഷൻ ഐസ്ക്രീംകാരൻ്റെ പോം വേണമെങ്കിൽ എന്തായാലും. ഇതൊക്കെ രസങ്ങളൊക്കെ കൊതിയായി കണ്ടിട്ട്, എന്തൊക്കെ വെറൈറ്റീസാണ് കുട്ടികൾക്ക്. സൈക്കിൾ വാങ്ങാൻ പോയാലും അതിൻ്റെ ആക്സസറീസ് ഒക്കെ വെറൈറ്റീസ്. എന്തായാലും ഞാൻ ഈ പോം വാങ്ങിച്ചു. ധ്യാൻ ചെറുതായതുകൊണ്ട്, ഇപ്പോൾ അധ്യായൻ എന്നുള്ളതിന് ഞാൻ ധ്യാൻ എന്നാട്ടോ അവനെ വിളിക്കാറ് ഞങ്ങൾ. അപ്പോൾ ധ്യാൻ കുറച്ച് ചെറുതല്ലേ, 6-ലെത്തിയിട്ടുള്ളൂ. അപ്പോൾ അവന് ഈ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടും, പോം. മറ്റേ ആക്കും ഞാൻ പോം വാങ്ങി കൊടുത്തെങ്കിലും ഓൻ അത്ര പുച്ഛം, ഓൻ വലുതായി വലിയ എന്നെ കുട്ടീന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെയാണ്, ടീനേജർ ആയതുകൊണ്ട് ഓൻ അത് മോശം. അപ്പോൾ ഓന് വേറെ ഫോൺ വേണം. എന്തായാലും വേണ്ടല്ലേ, ഞാൻ വാങ്ങി, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അതൊക്കെ മേടിച്ചു. പിന്നെ 2 ബോട്ടിൽ മേടിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം കുടിക്കാൻ ഇവിടെ ഒരു ബോട്ടിലില്ല രാജുവേട്ടാന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞപ്പോൾ ഒരു ബോട്ടിൽ എനിക്ക് വാങ്ങിച്ചു തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ കറക്കണ സാധനം, എന്ത് രസമാണ്, കുഞ്ഞു മക്കളെ പെൺകുട്ടികളെയൊക്കെ സൈക്കിളിൻ്റെ മേലെ വെക്കാനാണ്. പിന്നെ കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ടല്ലോ ചുറ്റി നടന്ന് കാണുമ്പം നല്ല നല്ല രസമുള്ള നമ്മുടെ സ്പോർട്സ് സംബന്ധമായ എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ. ഞാനങ്ങനെ വലിയ സ്റ്റൈലാക്കി പറയണത് എന്തെങ്കിലും പറയേണ്ടത് വെച്ചിട്ട്, അല്ലാതെ അതിന് വിവരമില്ലാത്ത ആൾക്കാരൊന്നും ഇല്ല, എനിക്ക് തന്നെ അറിയാം. പിന്നെ ഇത് കണ്ടോ, പലഹാരപ്പീടിയിലേക്ക് നോക്കണ മാതിരി പല കളർഫുൾ ബോളുകൾ, എന്തൊരു രസമാണ്, സുന്ദരികൾ, അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അതേമാതിരി എനിക്കിങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. കുറേ ട്രാക്ക് പാൻറ്റൊക്കെ, നല്ല അടിപൊളി ട്രാക്ക് പാൻറ്റും ടീഷർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതൊക്കെ വേണമെന്നുണ്ട്. കാരണം എനിക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ അധികം ജീൻസ് ഇട്ടിട്ടാണ് പോകുക. പൊതുവേ നമ്മൾ ഈ ഡാൻസൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ ടൈറ്റായിട്ടുള്ള ജീൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതല്ല. അപ്പം ഞാൻ രാജുവോട് പറഞ്ഞു വേറൊരു ദിവസം വരെ, അപ്പം നമ്മൾ എന്താണ് ലക്ഷ്യമിട്ടത്, സൈക്കിൾ. ഇതാണ് പെണ്ണുങ്ങളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയാൽ ലക്ഷ്യം എന്താണോ അതല്ല വാങ്ങുക, അതിൻ്റെ ചുറ്റുമുള്ള സാധനങ്ങൾ തിരഞ്ഞു പോകും. അത് കോമൺ ആയിട്ടൊരു പെണ്ണുങ്ങളെ സ്വഭാവമല്ലേ. ഞാൻ എപ്പോഴും പറയും, സൂപ്പർ മാർക്കറ്റിൽ ആണുങ്ങൾ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ലിസ്റ്റ് വാങ്ങിയിട്ട് വരും. പെണ്ണുങ്ങളാണ് പോണേ ചെമ്പക്ക് ഈ അറ്റം മുതൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊന്ന് വാങ്ങി നോക്കാം, അല്ലെങ്കിൽ അതിന് ആവശ്യമുണ്ടോ ഇല്ലയെന്നല്ല, വാങ്ങി നോക്കാം, അങ്ങനെ ഒരു ഇത് വരുമല്ലോ. രാജുവേട്ടൻ പറയും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര ബില്ലേ ഉള്ളൂ, നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബില്ല് ഇരട്ടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. അപ്പം ഞാൻ പറയും ദൈവം പെണ്ണുങ്ങളെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഞങ്ങൾ 2 സൈക്കിൾ, ഒരാൾക്ക് റെഡും ഒരാൾക്ക് ബ്ലാക്കും അങ്ങനെ വാങ്ങിച്ചു.
സൈക്കിളൊക്കെ ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ അവർ പിറ്റേന്ന് നമ്മളെ വീട്ടിലേക്ക് എത്തിക്കാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു. രാജുവേട്ടൻ എന്നെ വീട്ടിലിറക്കി. രാജുവേട്ടൻ വീണ്ടും പുറത്തേക്ക് തന്നെ പോയി. അതന്നെ ഞങ്ങൾ പറഞ്ഞതേ ഇല്ല. ആദ്യം ചോദിച്ചു വിളിച്ചു, അമ്മ എവിടെയാ, അമ്മ എന്തിനാ ടൗണിൽ എന്താ വാങ്ങാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ അച്ഛൻ്റെ കൂടെ റൗണ്ട് അടിക്കാൻ എന്തൊക്കെ പോയിക്കൂടെ. അത്രയ്ക്കോ ചോദ്യം ചെയ്യുന്നു. വെറുതെ പറഞ്ഞ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇതാ ഞാൻ വാങ്ങിച്ചു ബോട്ടിൽ. എനിക്കും വേണ്ടേ ബോട്ടിൽ, ഇങ്ങനെ ഡാൻസ് ക്ലാസ് പോകുമ്പോൾ അവർക്ക് മാത്രം മതി. രാജുവിന് സൈക്കിൾ ചെയ്യുമ്പോൾ പോകുമ്പോൾ ഒരു ബോട്ടിൽ, ചെക്കന്മാർക്ക് ദാഹിക്കാത്, അപ്പോൾ അവരെ സൈക്കിളിൽ വെക്കാൻ ഒരു ബോട്ടിൽ. അപ്പോൾ ഞാൻ എനിക്കും വേണം എൻ്റെ ബാഗിൽ വെക്കാനൊരു ബോട്ടിൽ. അത്രയ്ക്കോ. ഈ ഡെക്കത്ലോണിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മാത്രം ഒന്നും വാങ്ങാം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുള്ളൂ. ബോളുണ്ട്. പിന്നെ ഞങ്ങൾ വാങ്ങും കേട്ടോ ടവൽ വാങ്ങി. എനിക്ക് ഇഷ്ടമാണ് അവിടുത്തെ ടവൽ. ഞാൻ കിറ്റ് കെട്ടാനൊക്കെ വേണ്ടിയിട്ട് മക്കൾക്ക് ടിഫിൻ്റെ മേലെ കൂടെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാനത് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അതായത് ബാത്ത് ടവലായിട്ടും ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഇഷ്ടമാണത്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഞാൻ വെറുതെ ഒരു ഇത് കുടിച്ചു. അവിടെ ഒരു എന്താ പറയുക ഹെൽത്ത് ഒരു ഡ്രിങ്ക് ഉണ്ടാവില്ലേ, നമുക്കൊരു ORS പോലത്തെ ഒരു സംഭവമായി സ്പോർട്സ് ഇതിന് ഒരു ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രിങ്ക്സൊക്കെ. അത് ഞാൻ വെറുതെ ഒരു ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ വാങ്ങിച്ചിട്ട് കുടിച്ചു. ടേസ്റ്റ് ORS തന്നെ, ഗ്രീൻ ആപ്പിളിൻ്റെ ORS കുടിച്ച പോലത്തെ ഒരു ഫീല്. എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ് കുടിക്കണേ. അപ്പോൾ ഈ കുടിച്ചവർക്ക് ചിലപ്പം പറയുന്നത് എന്താ ഇവള് പറയണമെന്ന്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം കുടിക്കുമ്പോഴേക്കേ പറയണ്ടേ അത്രയ്ക്കോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അത് കണ്ട് ബാക്കിൽ മിന്നണ ലൈറ്റൊക്കെ വാങ്ങിച്ചു. അതെ കുറേ സാധനങ്ങൾ, പല ജാതി സാധനങ്ങൾ, നല്ല രസമുള്ള ബാഗുകളുണ്ട്. ചെരുപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഭയങ്കര വില ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊന്നും മുതലാവില്ലേ. നമുക്ക് 2000 ചെരുപ്പ്. എന്താ പറയുക, കുട്ടികൾ വലുതാവില്ലേ. നമുക്കൊരു സ്ഥായിയായ എന്താ പറയുക വലിപ്പം നിന്നാലേ ഈ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുന്നതിൽ അർത്ഥമുള്ളൂ എന്ന് കേട്ടോ എൻ്റെ ഒരു നിഗമനം. അല്ലാതെ വാങ്ങിയിട്ട് സങ്കടമാവും. വേഗം കുട്ടികൾ നീളം വയ്ക്കില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അവരെ കാലൊക്കെ 2000 ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു നല്ല ചെരുപ്പുണ്ട് എന്നുള്ളത്. അത്ര തന്നെ. അങ്ങനെ ഞാൻ ആ ഡ്രിങ്ക് കാണിച്ചില്ല, അതും കുടിച്ച് അതൊക്കെ സിപ്പ് ചെയ്ത് ഞങ്ങൾ യാത്രയായി. നോക്കുമ്പോൾ ഞാൻ പുറത്തെത്തിയപ്പം മഞ്ഞ് എനിക്കെന്തോ ഒരു ഇഷ്ടപ്പെട്ടു. കാരണം ഇതിപ്പോൾ വൃശ്ചിക മാസമാണെങ്കിലും പണ്ടത്തെ ആ ഒരു വൃശ്ചിക മാസത്തിലെ ഒരു തണുപ്പൊന്നും തീരെ ഇല്ലാതെയാവുക. കഴിഞ്ഞ കൊല്ലത്തെ അത്രയും കൂടെ ഇപ്പോൾ തണുപ്പില്ലേ, നല്ല ചൂടല്ലേ. മഞ്ഞ് പക്ഷേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്നിങ്ങനെ വീഡിയോ എടുത്തതാണ്. മഞ്ഞ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു രാജുവേട്ടൻ എന്താ നിൻ്റെ കണ്ണിന് തരാറാണോ പുക, എന്താ ഒരു പുക. അപ്പോൾ നോക്കുമ്പോൾ രാജുവേട്ടൻ പറഞ്ഞു അല്ല മഞ്ഞാണ്. എവിടെയോ ഒരു കണ്ണിന് തരാറുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴല്ലേ എനിക്ക് ഈ ഒരു പിക്ചർ നോക്കി എന്തോ ഒരു ചിത്രം വരച്ച പോലെ ഒരു ഫീല്. ഭയങ്കര ഭംഗി തോന്നി എനിക്ക്. ആ ബിൽഡിങ്ങുകളെ ലൈറ്റൊക്കെ ഉള്ളൊരു ബിൽഡിങ്ങായിട്ട്. ഓയ്യോ പിറ്റേന്നായിപ്പോയി. അങ്ങനെ നോക്കുമ്പോണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കിടന്നുറങ്ങിട്ടോ. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഒരു 10:30 11 മണിയാകുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയല്ലോ. അപ്പോൾ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്നാൽ മതി, അവർ വരുമ്പോൾ കണ്ടാൽ മതിയല്ലോ. അങ്ങനെ അവർ ഓട്ടോറിക്ഷയിൽ ഒരു ചേട്ടൻ ഓട്ടോറിക്ഷയിൽ 2 സൈക്കിളുമായിട്ട് വന്നു. രാജുവേട്ടൻ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. അങ്ങനെ ഞാൻ താഴേക്ക് പറന്നു വന്നു. രാജുവേട്ടൻ എന്നെ വിളിച്ചു, താഴേക്ക് വരൂ. ഞാൻ പോയി. എന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തു. സൈക്കിളൊക്കെ കണ്ടത് എന്ത് രസം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എനിക്ക് പിറന്നാളിനൊന്നും ഉണ്ടായിരുന്നു. ഓണക്കോടിന്ന് പിറന്നാളിനൊരു കോടി ഉണ്ടാവും. അതായത് പണ്ടൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ഞങ്ങൾക്കൊന്നും ആഘോഷിച്ചിട്ടേ ഇല്ല കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾക്ക് അന്നൊക്കെ പിറന്നാൾ തന്നെയാണ്. പിറന്നാൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകുന്നു. എന്തെങ്കിലും ഒരു പുതിയ ഡ്രസ്സ് ഉണ്ടാവും, അത് ഉണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കും, സദ്യ ഉണ്ടാവും. ചാലപ്പുറത്ത് ഞാൻ പറയാറുണ്ട് ഒക്കെ ഒരു ആഘോഷമായത്. ഞങ്ങൾക്കൊരു ഇടനാഴിക ഉണ്ട്. പണ്ടത്തെ വീടിന് ഇടനാഴിക ഉണ്ടാവില്ലേ, ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അത്രയും ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വല്ലാണ്ട് തള്ളരുത് എന്ന് പറയരുത്. ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി ആണെന്നൊക്കെ ഞാൻ പണ്ടത്തെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ അറ്റം മുതൽ ഈ അറ്റം വരെ ആൾക്കാർ ഇരിക്കാറുണ്ട്. എന്നിട്ട് സദ്യ ഉണ്ണും. അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്, വേറെ രസം. അങ്ങനെ 2 സൈക്കിൾ ചോപ്പും പിന്നെ കറുപ്പും സൈക്കിളും കണ്ടോ. ബോട്ടിലൊക്കെ വെക്കാൻ എന്ത് രസം അല്ലേ. ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ തന്നെ. അങ്ങനെ അതന്നെ ധ്യാൻ സ്കൂൾ വിട്ട് വന്നു. അവന് 2 മണി വരെ അവർക്ക് സ്കൂള്. ധ്യാൻ അവിടെ എത്താൻ 3 മണിയാവും. ആദിക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ട് ആദ്യ കുറച്ച് ലേറ്റ് ആവും, 5:30 6 മണിയാവും വരാൻ. അങ്ങനെ ധ്യാൻ വരികയാണ്. അപ്പം ഭയങ്കര കുറച്ചൊരു എക്സ്പ്രഷൻ കുറവാണ്. എൻ്റെ മാതിരിയല്ല, ഇവന് കുറച്ചും കൂടെ എക്സ്പ്രഷൻ ഉണ്ട്. മൂത്ത ആൾക്ക് അത്ര എക്സ്പ്രഷൻ ഇല്ല, ഒരേ മുഖമേ ഉള്ളൂ, ഒരേ വികാരത്തിലുള്ള മുഖം മാത്രമേ ഉള്ളൂ. രാജുവേട്ടനും ആദ്യം ഏകദേശം ഒരേ ഇതാ. ഇവൻ്റെ എക്സ്പ്രഷൻ എന്താ എനിക്കറിയില്ല, അത്ര ഒരു എക്സൈറ്റ്മെൻ്റ് ആയി. എന്നോട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു എന്തൊരു സുഖം വിചാരിക്കുമ്പോഴത്തേക്കും സൈക്കിളൊക്കെ. ഞങ്ങൾക്ക് തിരിച്ച് തരേണ്ടത് അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് അതേ സന്തോഷം ഞങ്ങളിൽ പ്രകടിപ്പിക്കൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പം ഞാൻ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയി. ഞാൻ തിരിച്ചു വന്നപ്പം പിന്നെ അവിടെ സൈക്കിൾ യജ്ഞമായിരുന്നു. അപ്പം ഞാൻ ആദീനെ വിളിച്ചിട്ട് പറഞ്ഞു, ആദി ഈ ഒന്ന് സൈക്കിൾ എടുത്തിട്ട് ഓടിക്കുമോ, സന്തോഷമ്മ കാണട്ടെ. അപ്പോൾ അവനും വന്നിട്ട് എന്ത് ചെയ്തു, 2 പേരും കൂടെ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി. രാത്രി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് ചെയ്ത് സൈക്കിൾ ഓടിച്ച് കാണിച്ചു തന്നു. മറ്റേ ആൾക്ക് ഗിയർ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കൊരു പേടി, ഞാൻ പുറത്തേക്ക് വിട്ടില്ല. 2 പേരും റോട്ടിലേക്കൊക്കെ പോകും. ആദ്യം പിന്നെ എൻ്റെ വീട്ടിലേക്ക് ചാലപ്പുറം ടു പന്നിയങ്കര ടു ചാലപ്പുറം മാങ്കാവ് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ അവൻ സൈക്കിളിലാണ് പോവുക. ആദ്യം അവൻ കുറച്ച് വലുതായാലും 9ാം ക്ലാസ്സിലെത്തില്ല, ഇനി പിടിച്ച് വയ്ക്കണതിൽ അർത്ഥമില്ല. എനിക്ക് ചെറുതാണ്. നമ്മളെപ്പോഴും
ചെറിയ കുട്ടികളെ മീൻസ് ഏറ്റവും താഴത്തെ മക്കളെ എന്നും നമുക്ക് ചെറുതായിരിക്കും. എനിക്ക് ഇതിനൊരു പേടിയാണ് പുറത്തേക്ക് വിടാൻ. പിന്നെ 6-ലെത്തിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ അപ്പം അവന് ഗിയറുള്ളതിനെ ഫസ്റ്റ് ടൈം ഓടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തകരാറുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം കേട്ടോ പിറന്നാൾ. അതായത് ഞാൻ പറഞ്ഞല്ലോ വാങ്ങുന്ന തലേന്ന് ഞങ്ങൾ കാണിച്ചും ഒക്കെ കൊടുത്തു. പിറ്റേ ദിവസം അതായത് 23rd ഇന്നാണ് പിറന്നാൾ. അപ്പം ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു. ഇവനൊന്ന് സ്കൂളിൽ ഇന്ന് ടാലൻറ്റ് ഫെസ്റ്റ് എന്ന ആൾക്ക് പനിയായി. ഇപ്പം ഞാൻ കുളിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇവന് നല്ല പനി. സ്കൂൾ ടാലൻറ്റ് ഫെസ്റ്റ് ആണെന്ന് പോകണം, കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോവായിരുന്നു. പക്ഷെ അവന് നല്ല പനിയായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പം. നമ്മൾ പറയല്ലോ പിറന്നാൾ ആകുമ്പോൾ കുട്ടികൾക്ക് വയ്യായിക വരും എന്നൊക്കെ പണ്ടുള്ളവർ പറയും. എന്തായാലും ഇത് മീയാണ് കേട്ടോ, നിഷേൻ്റെ മോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചോറൊക്കെ ഉണ്ടു. അതിന് ഇങ്ങനെയൊരു സമ്പ്രദായം നിങ്ങൾക്ക് ഉണ്ടോ എനിക്കറിയില്ല. വിളക്കിൻ്റെ മുന്നിൽ സദ്യ അങ്ങനെ കൊടുക്കും നമ്മൾ, ഗണപതിക്ക് കൊടുക്കുകയെന്നോ അങ്ങനെ അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് അവൻ സദ്യ കൊണ്ടു കഴിഞ്ഞാൽ ആ ഇല നമ്മൾ വാഴേൻ്റെ മേലെ വെക്കും. അത് അങ്ങനെ ഉണ്ടോ എല്ലാ സ്ഥലത്തും ഉണ്ടോ ഒക്കെ അറിഞ്ഞൂടാ. അതായത് പൂച്ചായും നായും നക്കരുത്, അങ്ങനെ അതിന് ചെയ്യരുത് ഇത്ര പിറന്നാളുകാരൻ്റെ ഇല. അപ്പം അതുകൊണ്ട് അതിൻ്റെ മേലെ നമ്മൾ വെക്കും. പിന്നെ ധ്യാനം നിർബന്ധം. ഇന്ന് എൻ്റെ പിറന്നാൾ ദിവസം തന്നെ ഈ സൈക്കിളൊന്ന് എല്ലാവരും കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അതിൽ തന്നെ ഈ ഡ്രസ്സിൽ തന്നെ എനിക്ക് സൈക്കിൾ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോടൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ വളരെ അവൻ ഭയങ്കര സന്തോഷമായി. ഏട്ടനും അനിയനും ഭയങ്കര ഹാപ്പിയായി. മറ്റേ ആൾ സ്കൂളിൽ പോയത്, അവൻ ലേറ്റാവും എത്താൻ. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ പിറന്നാൾ ദിവസം കേട്ടോ. ഈ ഡേറ്റ് ഓഫ് ബർത്ത് December 5th. അന്ന് പിന്നെ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടൊരു ഔട്ടിങ്, കേക്ക് കട്ടിങ് ഒക്കെ അന്നാ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ മോന് നിങ്ങളൊക്കെ അനുഗ്രഹം ഉണ്ടാവണം. അപ്പം ബൈ.